ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSLC ഹിസ്റ്ററി എക്സാം മിക്കവാറും നമ്മുടെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിനുള്ളിലായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ഡിഗ്രി ടെക്സ്റ്റുകളും നന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്ലസ് മോഡേൺ ഇന്ത്യ, ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യ, അതിലെ കണ്ടൻ്റാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിലാദ്യം വരുന്നത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനം എന്നുള്ള ഒരു ഭാഗമാണ്. ഏതാണ്ട് 2 നൂറ്റാണ്ടുകളോളം സമകാലീനരുടെ അസൂയാപാത്രമായിരുന്ന മഹത്തായ മുഗൾ സാമ്രാജ്യം, അതായത് സമകാലീന സാമ്രാജ്യങ്ങൾക്ക് അസൂയ തോന്നിക്കുന്ന രീതിയിൽ അത്രയും പ്രഗത്ഭമായിരുന്ന മുഗൾ സാമ്രാജ്യം 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നശിക്കുകയും അത് ഛിന്നഭിന്നമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുഗൾ ചക്രവർത്തിമാർക്ക് അധികാരവും പ്രതാപവും നഷ്ടപ്പെട്ടു പോവുകയും അവരുടെ സാമ്രാജ്യം ഡൽഹിക്ക് ചുറ്റും ഏതാനും ഒരു ചുരുങ്ങിയ ചതുരശ്ര മൈലിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ചുരുങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ 2 നൂറ്റാണ്ട് കാലത്തോളം ആ കാലഘട്ടത്തിലുള്ള സാമ്രാജ്യങ്ങളുടെ അസൂയാപാത്രമായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു മുഗൾ സാമ്രാജ്യം. 18-ാം നൂറ്റാണ്ട് ആദ്യ പകുതി ആയപ്പോഴത്തേക്കും ഈ ഒരു സാമ്രാജ്യം നശിച്ചു പോവുകയും ചുരുങ്ങിയൊരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവുകയും ചെയ്തു. ഒടുവിൽ 1803 ഡൽഹി ബ്രിട്ടീഷ് സൈന്യം കൈവശപ്പെടുത്തുകയും, ഇപ്പോൾ ഡൽഹി ബ്രിട്ടീഷ് സൈന്യം കൈവശപ്പെടുത്തിയത് ഏത് വർഷമാണ്? 1803 1803 ഡൽഹി ബ്രിട്ടീഷ് സൈന്യം കൈവശപ്പെടുത്തുകയും അഭിമാനിയായ മുഗൾ ചക്രവർത്തി ഒരു വിദേശ ശക്തിയുടെ സഹായത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. 1803 ഡൽഹി ബ്രിട്ടീഷ് സൈന്യം കൈവശപ്പെടുത്തുകയും അഭിമാനിയായിട്ടുള്ള മുഗൾ ചക്രവർത്തി ഒരു വൈദേശിക ശക്തിയുടെ സഹായത്താൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ തരം താഴ്ന്നു പോവുകയും ചെയ്യുന്നുണ്ട്. സാമ്രാജ്യത്തിൻ്റെ ഐക്യവും സ്ഥിരതയും ഔറംഗസീബിൻ്റെ നീണ്ടതും ശക്തവുമായിട്ടുള്ള ഭരണകാലത്ത് ഇല്ലാതാവാൻ തുടങ്ങി. നയങ്ങൾ പലതും അപകടകരമായിട്ടുള്ള നയങ്ങളായിരുന്നിട്ടും 1707 അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് മുഗൾ ഭരണം ഏറെ കാര്യപ്രാപ്തിയുള്ളതും അതുപോലെ തന്നെ സൈന്യം ശക്തവുമായിരുന്നു. മാത്രമല്ല മുഗൾ വംശത്തിന് അപ്പോഴും രാജ്യത്ത് സ്വാധീനവും ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്രാജ്യത്തിൻ്റെ ഐക്യവും സ്ഥിരതയും ആരുടെ കാലത്തോടാണ് ഇല്ലാതാവാൻ തുടങ്ങിയത്? ഔറംഗസീബിൻ്റെ കാലത്തോടു കൂടി. അദ്ദേഹം പല അപകടകരമായ നയങ്ങളൊക്കെ നമുക്കറിയാം, ജസിയെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അതുപോലുള്ള പല നയങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഐക്യം നശിക്കുന്ന രീതിയിലുള്ള പല നയങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് 1707 അദ്ദേഹം മരിക്കുന്നത്. ആ സമയത്ത് മുഗൾ ഭരണം ഏറെ കാര്യപ്രാപ്തിയുള്ളതും സൈന്യം ശക്തവുമായിരുന്നു. മാത്രമല്ല മുഗൾ വംശത്തിന് അപ്പോഴും രാജ്യത്ത് സ്വാധീനവും ഉണ്ടായിരുന്നു. ഔറംഗസീബിൻ്റെ മരണത്തിന് ശേഷം സിംഹാസനത്തിന് വേണ്ടി 3 മക്കളും തമ്മിൽ പടപൊരുതി. 65 വയസ്സുകാരനായിട്ടുള്ള ബഹദൂർ ഷാ അതിൽ വിജയിച്ചു. അദ്ദേഹം അഭ്യസ്തവിദ്യനും ആഢ്യനുമായൊരു ഭരണാധികാരിയായിരുന്നു. ഔറംഗസീബ് കൊണ്ടുവന്നിട്ടുള്ള ഇടുങ്ങിയ ചിന്താഗതിയുള്ള നയങ്ങളും പരിപാടികളൊക്കെ ആര് നിർത്തലാക്കി? നമ്മുടെ ബഹദൂർ ഷാ നിർത്തലാക്കി. ഹൈന്ദവ മുഖ്യർക്കും രാജാക്കന്മാർക്കും നേരെ കുറെ കൂടി സഹിഷ്ണുതയുള്ള ഒരു സമീപനം അദ്ദേഹം കൊണ്ടുവന്നു. തുടക്കത്തിൽ അംബറിലെ ജയ്സിംഗിന് പകരം ഇളയ സഹോദരൻ വിജയ് സിംഗിനെ അധികാരത്തിൽ പ്രതിഷ്ഠിച്ചു. അംബറിൽ ജയ്സിംഗിന് പകരം വിജയ് സിംഗിനെ അധികാരത്തിൽ പ്രതിഷ്ഠിച്ചു. മാർവാറിൽ അഥവാ ജോധ്പൂരിൽ അജിത് സിംഗിനെ മുഗൾ അധികാരത്തിന് വഴങ്ങാൻ നിർബന്ധിച്ചു. രജപുത്ര രാജ്യങ്ങളായിട്ടുള്ള അംബറിനും മാർവാറിനും മേലെ കൂടുതൽ നിയന്ത്രണം നേടാനും അദ്ദേഹം ഒരു ശ്രമം നടത്തി. അപ്പോൾ അംബറിൽ ജയ്സിംഗിന് പകരം വിജയ് സിംഗിനെ അധികാരത്തിൽ പ്രതിഷ്ഠിച്ചു. മാർവാറിലെ അഥവാ ജോധ്പൂരിലെ അജിത് സിംഗിനെ മുഗൾ അധികാരത്തിന് വഴങ്ങാൻ വേണ്ടി നിർബന്ധിച്ചു. രജപുത്ര രാജ്യങ്ങളായിട്ടുള്ള അംബറിനും മാർവാറിനും മേലെ കൂടുതൽ നിയന്ത്രണങ്ങൾ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു. അംബർ, ജോധ്പൂർ പട്ടണങ്ങളിൽ കോട്ട കെട്ടാനും അദ്ദേഹം ശ്രമം നടത്തി. എന്നാൽ ഈ ഒരു ശ്രമം ശക്തമായി എതിർക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളുടെ മണ്ടത്തരം അദ്ദേഹത്തിന് ബോധ്യമായി. ഈ 2 രാജ്യങ്ങളുമായി അദ്ദേഹം ഒരു സന്ധിയിൽ ഒപ്പുവെച്ചു.
അതായത് അത്ര പ്രശസ്തമൊന്നും അല്ലാത്ത സന്ധിയായിരുന്നു. രാജാ ജയ്സിങ്ങിനും രാജാ അജിത് സിംഗിനും രാജ്യം മടക്കിക്കൊടുത്തെങ്കിലും മാൾവ, ഗുജറാത്ത് എന്നീ പ്രധാന പ്രവിശ്യകളുടെ സുബേദാർ എന്ന പദവിയും ഉയർന്ന മാൻസബുകളും നൽകണമെന്ന ഒരു ആവശ്യം അംഗീകരിച്ചില്ല. അപ്പോൾ രാജാ ജയ്സിങ്ങിനും രാജാ അജിത് സിംഗിനും രാജ്യം മടക്കി കൊടുത്തു. ബട്ട് അവർക്ക് മാൾവ, ഗുജറാത്ത് എന്നീ പ്രധാന പ്രവിശ്യകളുടെ സുബേദാർ എന്ന പദവി നൽകിയില്ല, ഉയർന്ന മാൻസബുകളൊന്നും നൽകിയില്ല. അതായത് മാൻസബ് എന്ന് പറഞ്ഞാൽ സൈന്യത്തിലെ ഒരു സ്ഥാനമാണ്, അത് നൽകിയില്ല. അതുപോലെ മറാത്ത സർദാർമാരുടെ നേർക്കുള്ള അദ്ദേഹത്തിൻ്റെ നയം പകുതി മനസ്സോടെ ഉള്ള ഒരു ഒത്തുതീർപ്പായിരുന്നു. ഡെക്കാനിലെ സർദേശ്മുഖി അനുവദിച്ചപ്പോൾ ചൗത്ത് അനുവദിക്കാൻ വിസമ്മതിക്കുകയും അങ്ങനെ അവരെ പൂർണ്ണമായി തൃപ്തരാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഡെക്കാനിലെ സർദേശ്മുഖി അനുവദിച്ചു കൊടുത്തു, പക്ഷേ ചൗത്ത് അനുവദിക്കാൻ വിസമ്മതിച്ചു. അങ്ങനെ അവരെ പൂർണ്ണമായി തൃപ്തരാക്കുന്നതിൽ പരാജയപ്പെട്ടു. ഷാഹുവിനെ മറാത്ത നേതാവായി അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അദ്ദേഹം താരാബായിയും ഷാഹുവും തമ്മിൽ മറാത്ത സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിന് വേണ്ടി മത്സരിക്കാൻ കളമൊരുക്കി കൊടുത്തു. അതിൻ്റെ ഫലമായി ഷാഹുവും മറാത്ത സർദാർമാരും തുടർന്നുള്ള കാലം അസംതൃപ്തരായിട്ട് കഴിയുകയും ഡെക്കാൻ അക്രമബാധിത മേഖലയായിട്ട് അങ്ങനെ തുടർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. മറാത്ത സർദാർമാർ തമ്മിലും മുഗൾ അധികാരത്തിനെതിരെയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവിടെ ഒരു തരത്തിലുമുള്ള ഒരു ക്രമസമാധാനം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് ഔറംഗസീബിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ അധികാരത്തിന് വേണ്ടി മത്സരിച്ചു. അങ്ങനെ 65-കാരനായിട്ടുള്ള ബഹദൂർ ഷാ അധികാരത്തിൽ വന്നു. അദ്ദേഹം അധികാരത്തിൽ വന്ന സമയത്ത് ഔറംഗസീബ് ആദ്യം കൊണ്ടുവന്ന കർക്കശമായ പല നയങ്ങളെയും അദ്ദേഹം പിൻവലിച്ചു. ഹൈന്ദവ ഭരണാധികാരികളുമായിട്ട് കുറേ കൂടി സഹിഷ്ണുതാപരമായ നയപരിപാടികൾ കൊണ്ടുവന്നു. അംബറിൽ ജയ്സിങ്ങിന് പകരം വിജയ് സിംഗിനെ അധികാരത്തിലാക്കി. അതുപോലെ തന്നെ മാർവാറിൽ അഥവാ ജോധ്പൂരിൽ അജിത് സിംഗിനെ മുഗൾ അധികാരത്തിന് വഴങ്ങാൻ വേണ്ടി അദ്ദേഹം നിർബന്ധിച്ചു. രജപുത്ര രാജ്യങ്ങളായ അംബറിനും മാർവാറിനും മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അംബർ, ജോധ്പൂർ പട്ടണങ്ങളിൽ കോട്ട കെട്ടാനും വേണ്ടി അദ്ദേഹം ശ്രമം നടത്തി. എന്നാൽ ഈ ഒരു ശ്രമം ശക്തമായി എതിർക്കപ്പെട്ടു. അതോടുകൂടി അദ്ദേഹം ഈ 2 പ്രദേശങ്ങളുമായിട്ട് ഒരു സന്ധിയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം രാജാ ജയ്സിങ്ങിനും രാജാ അജിത് സിംഗിനും രാജ്യം മടക്കിക്കൊടുത്തു. പക്ഷേ മാൾവ, ഗുജറാത്ത് തുടങ്ങിയ പ്രധാന പ്രവിശ്യകളുടെ സുബേദാർ പദവിയോ അല്ലെങ്കിൽ മാൻസബ് പദവിയോ പ്രവിശ്യകളുടെ സുബേദാർ പദവിയും ഉയർന്ന മാൻസബുകളുമൊന്നും അവർക്ക് അനുവദിച്ചു നൽകിയില്ല. മറാത്ത സർദാർമാരുടെ നേർക്കുള്ള ഇദ്ദേഹത്തിൻ്റെ നയം പകുതി മനസ്സോടെയുള്ള ഒരു ഒത്തുതീർപ്പായിരുന്നു. ഡെക്കാനിലെ സർദേശ്മുഖി അനുവദിച്ചപ്പോൾ ചൗത്ത് അനുവദിക്കാൻ വിസമ്മതിച്ചു. അതോടുകൂടി അവരെ തൃപ്തരാക്കുന്നതിൽ മുഗൾ ഭരണാധികാരികൾ പരാജയപ്പെട്ടു. ഷാഹുവിനെ മറാത്ത നേതാവായി അംഗീകരിക്കാനും തയ്യാറായില്ല. അങ്ങനെ താരാബായിയും ഷാഹുവും തമ്മിൽ നിരന്തരം മറാത്ത സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ തുടങ്ങി. അതിനുള്ള കളം ഒരുക്കി കൊടുത്തു അവർ മുഗൾ ഭരണാധികാരികൾ. അപ്പോൾ അതിൻ്റെ ഫലമായി ഈ മറാത്ത സർദാർമാരും തുടർന്നുള്ള കാലം അസംതൃപ്തരായിട്ട് കഴിയുകയും ഡെക്കാൻ സ്ഥിരമായിട്ടൊരു അക്രമബാധിത മേഖലയായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഒരേ സമയം മറാത്ത സർദാർമാർ തമ്മിലും മുഗൾ അധികാരത്തിനെതിരെയും യുദ്ധം നടന്നുകൊണ്ടിരുന്നു. അതോടുകൂടി അവിടെ ക്രമസമാധാനം ഇല്ലാതെയായി. ഗുരു ഗോബിന്ദ് സിംഗിന് ഉയർന്ന ഒരു മാൻസബ് നൽകി സമാധാനിപ്പിച്ചുകൊണ്ട് സിഖുകാരെ അനുനയിപ്പിക്കാൻ ബഹദൂർ ശ്രമിച്ചു. എന്നാൽ ഗുരുവിൻ്റെ മരണശേഷം പഞ്ചാബിൽ ബന്ദാ ബഹാദൂറിൻ്റെ നേതൃത്വത്തിൽ സിഖുകാർ കലാപമുയർത്തിയപ്പോൾ കടുത്ത നടപടി കൈക്കൊള്ളാൻ അദ്ദേഹം തീരുമാനിക്കുകയും അവർക്കെതിരെ സ്വയം പട നയിക്കുകയും ചെയ്തു. ഗുരു ഗോബിന്ദ് സിംഗിന് ഉയർന്ന ഒരു മാൻസബ് നൽകി സമാധാനിപ്പിച്ചുകൊണ്ട് സിഖുകാരെ അനുനയിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ഗുരുവിൻ്റെ മരണശേഷം
പഞ്ചാബിലെ ബന്ദാ ബഹദൂറിൻ്റെ നേതൃത്വത്തിൽ സിഖുകാർ കലാപമുയർത്തി. കടുത്ത നടപടി കൈക്കൊള്ളാൻ അദ്ദേഹം തീരുമാനിക്കുകയും അവർക്കെതിരെ സ്വയം പട നയിക്കുകയും ചെയ്തു. കലാപക്കാർ സത്ലജ് മുതൽ യമുന വരെയുള്ള പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി ഡൽഹിക്ക് സമീപമെത്തി. ഹിമാലയത്തിൻ്റെ ചുവട്ടിൽ അംബാലക്ക് വടക്കിഴക്കായി ഗുരു ഗോബിന്ദ് സിംഗ് പണിത ലോഹഗഡ് കോട്ട, അതുപോലെ തന്നെ മറ്റേതാനും സിഖ് ശക്തി കേന്ദ്രങ്ങളും പിടിച്ചെടുക്കുന്നതിൽ മുഗളന്മാർ വിജയിച്ചു. എങ്കിലും സിഖുകാരെ തകർത്ത് കളയാൻ അവർക്ക് കഴിഞ്ഞില്ല. 1712 സിഖുകാർ ഈ ലോഹഗഡ് കോട്ട തിരിച്ചു പിടിച്ചു. അപ്പോൾ ഗുരു ഗോബിന്ദ് സിംഗിന് ഉയർന്ന ഒരു മാൻസബ് നൽകി സമാധാനിപ്പിച്ച് സിഖുകാരെ ഒരു നയത്തിൽ അങ്ങനെ കൊണ്ടുപോയി ബഹദൂർ ഷാ. ബട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ബന്ദാ ബഹദൂറിൻ്റെ നേതൃത്വത്തിൽ സിഖുകാർ കലാപമുയർത്തി. കടുത്ത നടപടി കൈക്കൊള്ളാൻ തീരുമാനിക്കുകയും അവർക്കെതിരെ സ്വയം പട നയിക്കുകയും ചെയ്തു. കലാപക്കാർ സത്ലജ് മുതൽ യമുന വരെയുള്ള പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഹിമാലയത്തിൻ്റെ ചുവട്ടിൽ അംബാലയ്ക്ക് വടക്ക് കിഴക്കായി ഗുരു ഗോബിന്ദ് സിംഗ് പണിത ലോഹഗഡ് കോട്ടയും മറ്റേതാനും സിഖ് ശക്തി കേന്ദ്രങ്ങളും അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. സിഖുകാരെ തകർത്ത് കളയാൻ അദ്ദേഹത്തിനായില്ല. 1712 അവർ ലോഹഗഡ് കോട്ട തിരിച്ചു പിടിച്ചു. തൻ്റെ വിശ്വസ്ത സാമന്തനായ ബുന്ദേല നേതാവ് ചദർസലുമായും ബന്ദാ ബഹദൂറിനെതിരെ പടനീക്കത്തിൽ തന്നോടൊപ്പം ചേർന്നിരുന്ന ജാട്ട് നേതാവ് സുരാമനുമായും അദ്ദേഹം സമാധാനത്തിലായി. ബഹദൂർ ഷായുടെ ഭരണ രംഗത്തെ സ്ഥിതി മോശമാകുന്നതായിരുന്നു. കണക്കില്ലാത്ത ജാഗിറുകളും ഉയർന്ന സ്ഥാനങ്ങളും അനുവദിച്ചതിൻ്റെ ഫലമായി രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വഷളായി. 1707 കോടി രൂപയുണ്ടായിരുന്ന രാജകീയ ഭണ്ഡാരനിധി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മുഴുവൻ തീർന്ന അവസ്ഥയിലേക്ക് പോയി. സാമ്രാജ്യത്തെ ബാധിച്ച പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരത്തിലേക്ക് തപ്പിത്തടഞ്ഞെത്തുകയായിരുന്നു അദ്ദേഹം. ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ സമൃദ്ധി വീണ്ടെടുക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ 1712 അദ്ദേഹത്തിൻ്റെ മരണം സാമ്രാജ്യത്തെ ഒരിക്കൽ കൂടി ആഭ്യന്തര കലാപത്തിലേക്ക് എത്തിച്ചു. ഇത്തവണയും പിന്നീടുള്ളതുമായ തുടർ യുദ്ധങ്ങളിൽ ഒരു പുതിയ ഘടകം മുഗൾ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വന്നു ചേർന്നു. നേരത്തെ രാജകുമാരന്മാർ തമ്മിൽ മത്സരിക്കുകയും പ്രഭുക്കന്മാർ അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നിരുന്നു. പിന്നീട് സ്ഥാനമോഹികളായ പ്രഭുക്കന്മാർ അധികാരത്തിന് വേണ്ടി നേരിട്ട് മത്സരിക്കുകയും അധികാര സ്ഥാനങ്ങൾ നേടാൻ കുമാരന്മാരെ വെറും കളിപ്പാവകളാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ബഹദൂർ ഷായുടെ മരണത്തെ തുടർന്ന് ആഭ്യന്തര യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ താരതമ്യേന കഴിവ് കുറഞ്ഞ മകനായ ജഹന്തർ ഷാ വിജയിച്ചു. അക്കാലത്തെ ഏറ്റവും ശക്തനായ പ്രഭു സുൽഫിക്കർ ഖാൻ്റെ പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചിരുന്നത്. അപ്പോൾ സുൽഫിക്കർ ഖാൻ്റെ പിന്തുണയോടുകൂടിയാണ് ജഹന്തർ ഷാ വിജയിച്ചത്. ജഹന്തർ ഷാ ഒരു ദുർബലനും സുഖഭോഗങ്ങളിൽ തീർത്തും മുഴുകിയിരുന്ന ജീർണത ബാധിച്ച ഒരു രാജാവുമായിരുന്നു. മര്യാദകളോ ആഢ്യത്വമോ നല്ല പെരുമാറ്റമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ജഹന്തർ ഷായുടെ കാലത്ത് വസീറായി തീർന്ന അതിസമർത്ഥനും ഊർജ്ജസ്വലനുമായ സുൽഫിക്കർ ഖാൻ്റെ കൈകളിലായിരുന്നു യഥാർത്ഥത്തിൽ ആ കാലത്ത് ഭരണം മുഴുവൻ ഉണ്ടായിരുന്നത്. സാമ്രാജ്യത്തെ രക്ഷിക്കാനും രാജസദസ്സിൽ തൻ്റെ നില ശക്തമാക്കാനും രജപുത്ര രാജാക്കന്മാരെയും മറാത്ത സർദാർമാരുമായി സൗഹൃദവലയം സ്ഥാപിക്കേണ്ടതും ഹൈന്ദവ പ്രമാണിമാരുമായി സമാധാനത്തിലെത്തേണ്ടതും ആവശ്യമാണെന്ന് സുൽഫിക്കർ ഖാൻ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഔറംഗസീബിൻ്റെ നയങ്ങൾ അദ്ദേഹം പെട്ടെന്ന് പിൻവലിച്ചു. പരക്കെ വെറുക്കപ്പെട്ട ജസിയ എന്ന ആ മതനികുതി നിർത്തലാക്കി. അംബറിലെ ജയ്സിംഗിന് മിർസ രാജ സവായ് എന്ന സ്ഥാനപ്പേര് നൽകുകയും മാൾവയിലെ ഗവർണറായി നിയമിക്കുകയും ചെയ്തു. മാൾവാറിലെ അജിത് സിംഗിന് മഹാരാജ എന്ന സ്ഥാനം നൽകി ഗുജറാത്തിൻ്റെ ഗവർണറായി നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ബഹദൂർ ഷയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഇളയ മകനായിട്ടുള്ള ജഹന്തർ ഷാ സുൽഫിക്കർ അലി ഖാൻ്റെ പിന്തുണയിൽ ഭരണമേറ്റെടുത്തു. ജഹന്തർ ഷാ ഒരു ദുർബലനും സുഖഭോഗങ്ങളിൽ തീർത്തും മുഴുകിത്തീർന്ന ജീർണത ബാധിച്ച ഒരു രാജകുമാരനുമായിരുന്നു.
മര്യാദകളോ പഠിത്തമോ നല്ല പെരുമാറ്റമോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ജഹന്തർ ഷായുടെ ഭരണകാലത്ത് വസീറായി തീർന്ന അതിസമർത്ഥനും ഊർജ്ജസ്വലനുമായ സുൽഫിക്കർ ഖാൻ്റെ കൈകളിലായിരുന്നു യഥാർത്ഥത്തിലുള്ള ഭരണം. സാമ്രാജ്യത്തെ രക്ഷിക്കാനും രാജസദസ്സിൽ തൻ്റെ നില ശക്തമാക്കാനും രജപുത്ര രാജാക്കന്മാരും മറാത്ത സർദാർമാരുമായി സൗഹൃദബന്ധം സ്ഥാപിക്കേണ്ടതും ഹൈന്ദവ പ്രമാണിമാരുമായി സമാധാനത്തിലെത്തേണ്ടതും ആവശ്യമാണെന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ സുൽഫിക്കർ ഖാന് മനസ്സിലായി. അദ്ദേഹം ഔറംഗസീബ് കൊണ്ടുവന്ന നയങ്ങളെല്ലാം അങ്ങ് നിർത്തലാക്കി. ഏറ്റവും പരക്കെ വെറുക്കപ്പെട്ടൊരു നയമായിരുന്നു ജസിയ, അതും അദ്ദേഹം നിർത്തലാക്കി. അംബർലെ ജയ്സിംഗിന് മിർസ രാജ സവായ്, അംബർലെ ജയ്സിംഗിന് എന്ത് പദവിയാണ് കൊടുത്തത്? മിർസ രാജ സവായ്. അംബർലെ ജയ്സിംഗിന് മിർസ രാജ സവായ് എന്ന പദവി നൽകി. മാർവാറിലെ അജിത് സിംഗിന് മഹാരാജ എന്ന സ്ഥാനം നൽകി. മാർവാറിലെ അജിത് സിംഗിന് മഹാരാജ, അംബർലെ ജയ്സിംഗിന് മിർസ രാജ സവായ്. ഡെക്കാനിലെ സഹായി ദാവൂദ് ഖാൻ പാന്നി നേരത്തെ മറാത്ത രാജാവ് ഷാഹുവുമായി 1711 ചില 11 അനൗദ്യോഗിക വ്യവസ്ഥകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ സുൽഫിക്കർ ഖാൻ സ്ഥിരപ്പെടുത്തി. മാർവാറിലെ അജിത് സിംഗിന് മഹാരാജ സ്ഥാനം നൽകുക മാത്രമല്ല ചെയ്തത്, ഗുജറാത്തിലെ ഗവർണറായി നിയമിക്കുകയും ചെയ്തു. ഡെക്കാനിലെ സഹായി ദാവൂദ് ഖാൻ പാന്നി നേരത്തെ മറാത്ത രാജാവ് ഷാഹുവുമായി 1711 ചെയ്ത അനൗദ്യോഗിക വ്യവസ്ഥകളെ സുൽഫിക്കർ ഖാൻ സ്ഥിരപ്പെടുത്തി. ഇതനുസരിച്ച് ഡെക്കാനിലെ ചൗത്തും സർദേശ് മുഖിയും മറാത്ത രാജാവിന് അനുവദിച്ചു. ഇവ മുഗൾ ഉദ്യോഗസ്ഥർ തന്നെ പിരിച്ചുവിട്ട് മറാത്ത ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്ന ഒരു വ്യവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ ചുരാമൻ ജാട്ടിനെയും ചത്തർസൽ ബുന്ദേലെയും അദ്ദേഹം സമാധാനപ്പെടുത്തി. ബന്ദയുടെയും സിഖുകാരുടെയും നേർക്ക് മാത്രമായിരുന്നു പഴയ നയപരമായുള്ള അടിച്ചമർത്ത നയം അദ്ദേഹം കൊണ്ടുവന്നിരുന്നത്. ജാഗിറുകളുടെയും സ്ഥാനമാനങ്ങളുടെയും ലക്കും ലഘാനവുമില്ലാത്ത പെരുപ്പം തടഞ്ഞുകൊണ്ട് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സുൽഫിക്കർ ഖാൻ ഒരു ശ്രമം നടത്തി. തങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന സൈന്യത്തെ പുലർത്തണമെന്ന് മാൻസബ്ദാർമാരെ നിർബന്ധിക്കാനും അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച ഈ ദുഷ്പ്രവണതയാണ് ഇജ്ര അഥവാ നികുതി ലേലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച ഈ ഒരു ദുഷ്പ്രവണതയാണ് ഇജ്ര അഥവാ നികുതി ലേലം എന്ന് പറയുന്നത്. തോടർമാളിൻ്റെ ഭൂനികുതി നിർണയം അനുസരിച്ച് ഒരു സ്ഥിര നിരക്കിലുള്ള ഭൂനികുതി പിരിക്കുന്നതിന് പകരം നികുതി ലേലക്കാർക്കും മധ്യവർത്തികൾക്കും ഗവൺമെൻറ് കരാർ നൽകിയിരുന്നു. അവർ ഗവൺമെൻറ്റിന് ഒരു നിശ്ചിത തുക നൽകുകയും കർഷകരിൽ നിന്ന് തോന്നിയതുപോലെ പിരിക്കുവാൻ അധികാരം നേടുകയും ചെയ്തു. ഇത് കർഷകരെ പീഡിപ്പിക്കുന്നതിന് കാരണമായി. അപ്പോൾ ജാഗിറുകളുടെയും സ്ഥാനമാനങ്ങളുടെയും ലക്കും ലഘാനവുമില്ലാത്ത ഒരു പെരുപ്പമുള്ള കാലഘട്ടമായിരുന്നു. ഇതിനെ മെച്ചപ്പെടുത്താൻ അദ്ദേഹം, അതായത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സുൽഫിക്കർ ഖാൻ ശ്രമിച്ചു. തങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന അത്രയും സൈന്യം നിലനിർത്തണമെന്ന് മാൻസബ്ദാർമാരെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച ഈ ഒരു ദുഷ്പ്രവണതയെ പറയുന്ന പേരാണ് ഇജ്ര അഥവാ നികുതി ലേലം. ഇജ്ര അഥവാ നികുതി ലേലം. തോടർമാളിലെ ഭൂനികുതി നിർണയം അനുസരിച്ച് ഒരു സ്ഥിര നിരക്കിലുള്ള ഭൂനികുതി പിരിക്കുന്നതിന് പകരം നികുതി ലേലക്കാർക്കും മധ്യവർത്തികൾക്കും ഗവൺമെൻറ് കരാർ നൽകിയിരുന്നു. അവർ ഗവൺമെൻറ്റിന് ഒരു നിശ്ചിത തുക നൽകുകയും കർഷകരിൽ നിന്ന് തോന്നിയതുപോലെ പിരിക്കുവാൻ അധികാരം നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കർഷകരെ പീഡിപ്പിക്കുന്നതിൽ നയിച്ചു. അസൂയാലുക്കളായ പല പ്രഭുക്കന്മാരും രഹസ്യമായി സുൽഫിക്കർ ഖാനെതിരെ നീക്കം നടത്തി. അതിലും പ്രയാസകരമായ പൂർണ്ണമായ സഹകരണവും വിശ്വാസവും ചക്രവർത്തി അദ്ദേഹത്തിന് നൽകിയില്ല. അപ്പോൾ ഏഷണിക്കാരായ കിങ്കരന്മാർ സുൽഫിക്കർ ഖാനെതിരായി ചക്രവർത്തിയുടെ കാതിൽ വിഷം ചൊരിഞ്ഞുകൊണ്ടിരുന്നു. വസീർ വളരെ ശക്തിശാലിയും സ്ഥാനമോഹിയുമാണെന്നും അയാൾ ചക്രവർത്തിയെ സ്ഥാനഭ്രഷ്ടനാക്കുമെന്നും പറഞ്ഞു കേൾപ്പിച്ചു. ഭീരുവായ ചക്രവർത്തി ശക്തനായ വസീറിനെ പുറത്താക്കാൻ ധൈര്യം കാണിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിനെതിരായ ഗൂഢാലോചനകൾ ചെയ്തു തുടങ്ങി. ആരോഗ്യകരമായ ഭരണത്തിന് ഇതിനേക്കാൾ ഹാനികരമായ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. 1713 ജനുവരിയിൽ ജഹന്തർ ഷായെ
അനന്തരവനായ ഫാറൂഖ് സിയാൻ ആഗ്രയിൽ വെച്ച് പരാജയപ്പെടുത്തിയോടുകൂടി നാണം കെട്ട ഭരണത്തിന് ഒരു അറുതി വന്നു. 1713 ജഹന്തർ ഷായെ അനന്തരവനായ ഫാറൂഖ് സിയാൻ ആഗ്രയിൽ നിന്ന് പരാജയപ്പെടുത്തിയത്. ഫാറൂഖ് സിയാർ തൻ്റെ വിജയത്തിന് സയ്യിദ് സഹോദരന്മാരായ അബ്ദുൽ ഖാനോടും ഹുസൈൻ അലിയോടും കടപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് യഥാക്രമം വസീർ മിർബക്ഷി സ്ഥാനങ്ങൾ നൽകി താമസിയാതെ 2 സഹോദരന്മാരും രാജ്യകാര്യങ്ങളിൽ മേൽക്കൈ നേടി. ഫാറൂഖ് സിയാർ തൻ്റെ വിജയത്തിന് സയ്യിദ് സഹോദരന്മാരോട് കടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അബ്ദുള്ള ഖാനോടും ഹുസൈൻ അലി ഖാനോടും. അതുകൊണ്ട് തന്നെ അവർക്ക് വസീർ മിർബക്ഷി സ്ഥാനങ്ങൾ നൽകി. ഫാറൂഖ് സിയാറിന് ഭരിക്കുന്നതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. അദ്ദേഹം ഭീരുവും ക്രൂരനും ആശ്രയിക്കാൻ കൊള്ളാത്തവനും അവിശ്വസ്തനുമായിരുന്നു. തന്നെയുമല്ല, അദ്ദേഹം കാശിന് കൊള്ളാത്ത ഇഷ്ടക്കാരുടെയും സ്തുതിപാഠകരുടെയും സ്വാധീനത്തിൽ അഭിരമിച്ച് കഴിയുകയും ചെയ്തിരുന്നു. ദുർബലനായിരുന്നെങ്കിലും ഫാറൂഖ് സിയാർ സയ്യിദ് സഹോദരന്മാർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വ്യക്തിപരമായ അധികാരം പുലർത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതേസമയം ഭരണം ശരിയായി നടത്തുന്നതിനും സാമ്രാജ്യത്തിൻ്റെ ജീർണത തടയുന്നതിനും നില സുരക്ഷിതമാക്കേണ്ടതിൻ്റെയും ചക്രവർത്തി ഭരണത്തിൽ ഇടപെടാതിരിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു സയ്യിദ് സഹോദരന്മാർ. അങ്ങനെ ഫാറൂഖ് സിയാർ ചക്രവർത്തിയും വസീറും മിർബക്ഷിയുമായി തമ്മിൽ അധികാരത്തിനു വേണ്ടി പോരാട്ടം നടത്തി. ഉപകാരസ്മരണയില്ലാത്ത ചക്രവർത്തി ഓരോ വർഷവും ഈ 2 സഹോദരന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കാൻ വേണ്ടി ഉപജാപത്തിലേർപ്പെട്ടു. ഓരോ വർഷവും അദ്ദേഹം പരാജയപ്പെട്ടു. അവസാനം 1719 ഈ സയ്യിദ് സഹോദരന്മാർ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടരാകുകയും കൊല്ലുകയും ചെയ്തു. ആ സ്ഥാനത്തേക്ക് രാജകുമാരന്മാരെ ഒന്നിനു പുറകെ ഒന്നായി വേഗത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ അവർ മദ്യപാനത്താൽ മരണമടഞ്ഞു. അതിനുശേഷം സയ്യിദ് സഹോദരന്മാർ 18 വയസ്സുകാരനായ മുഹമ്മദ് ഷായെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. ഫാറൂഖ് സിയാറിൻ്റെ 3 പിൻഗാമികൾ സയ്യിദ് സഹോദരന്മാരുടെ കൈകളിൽ വെറും പാവകളായി മാറി. അവരുടെ ചലന സ്വാതന്ത്ര്യവും ആളുകളെ കാണാനുള്ള സ്വാതന്ത്ര്യം പോലും പരിമിതമായിരുന്നു. അങ്ങനെ 1713 മുതൽ അവർ സ്ഥാനഭ്രഷ്ടമാക്കപ്പെട്ട സയ്യിദ് സഹോദരന്മാരാണ് 1720 വരെ രാജ്യത്തിൻ്റെ ഭരണം നടത്തിയത്. മതസഹിഷ്ണുതയുടെ നയമായിരുന്നു സയ്യിദ് സഹോദരന്മാർ കൈക്കൊണ്ടിട്ടുള്ളത്. ഹൈന്ദവ മുഖ്യന്മാരെയും പ്രഭുക്കന്മാരെയും മുസ്ലിം പ്രഭുക്കന്മാരോട് ചേർത്തെങ്കിൽ മാത്രമേ ഇന്ത്യയെ സ്വസ്ഥമായി ഭരിക്കാൻ കഴിയൂവെന്ന് അവർ വിശ്വസിച്ചു. മതസഹിഷ്ണുതയുടെ നയമായിരുന്നു സയ്യിദ് സഹോദരന്മാർ കൊണ്ടുവന്നിരുന്നത്. രജപുത്രരെയും മറാത്തരെയും ജാട്ടുകളെയും അനുനയിപ്പിക്കുവാനും ഫാറൂഖ് സിയാറിനും ശത്രുക്കളായ പ്രഭുക്കന്മാർക്കെതിരായ യുദ്ധത്തിൽ അവരെ ഉപയോഗിക്കാനും സയ്യിദ് സഹോദരന്മാർ ശ്രമിച്ചു. ഫാറൂഖ് സിയാർ സിംഹാസനസ്ഥനായ ഉടൻ അവർ ജിസിയ നിർത്തലാക്കി. അതുപോലെ പല സ്ഥലങ്ങളിലെയും രജപുത്രരെയും മറാത്തരെയും ജാട്ടുകളെയും അനുനയിപ്പിക്കുവാനും ഫാറൂഖ് സിയാറിനെയും ശത്രുക്കളായ പ്രഭുക്കന്മാർക്കുമെതിരായ യുദ്ധത്തിൽ അവരെ ഉപയോഗിക്കുവാനും സയ്യിദ് സഹോദരന്മാർ ശ്രമിച്ചു. ഫാറൂഖ് സിയാർ സിംഹാസനസ്ഥനായ ഉടൻ അവർ ജിസിയ നിർത്തലാക്കി. അതുപോലെ പല സ്ഥലങ്ങളിലെയും തീർത്ഥാടന നികുതികൾ നിർത്തലാക്കി. ഭരണത്തിൽ സ്വാധീനമുള്ള ഉയർന്ന സ്ഥാനങ്ങൾ നൽകി മാർവാറിലെ അജിത് സിംഗിനെയും അംബറിലെ ജയ്സിംഗിനെയും മറ്റനേകം രജപുത്ര രാജാക്കന്മാരെയും തങ്ങളുടെ ഭാഗത്താക്കി. ജാട്ട് മുഖ്യനായ ചുരാമനുമായി അവർ സഖ്യമുണ്ടാക്കി. ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ ശിവജിയുടെ സ്വരാജ്യം അനുവദിച്ചും ഡെക്കാനിലെ 6 പ്രവിശ്യകളിൽ ചൗത്തും സർദേശ് മുഖിയും പിരിക്കുന്നതിന് അവകാശം നൽകിയും ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അതിനു പകരം ഡെക്കാനിലെ 15,000 കുതിരപ്പടയാളികളോടൊപ്പം അവരെ സഹായിക്കാമെന്ന് ഷാഹു സമ്മതിച്ചു. കലാപങ്ങൾ ചെറുക്കാനും സാമ്രാജ്യത്തെ ഭരണപരമായ വിഘടനത്തിൽ നിന്ന് രക്ഷിക്കാനുമായി സയ്യിദ് സഹോദരന്മാർ കഠിന ശ്രമം നടത്തി. ഈ ശ്രമത്തിൽ അവർ പരാജയപ്പെട്ടത് പ്രധാനമായും രാജസദസ്സിൽ നിരന്തരമായ രാഷ്ട്രീയ വൈരാഗ്യവും കലഹങ്ങളും ഗൂഢാലോചനകളും നേരിട്ടത് കാരണം കൊണ്ടായിരുന്നു. ഭരണവൃത്തങ്ങളിലെ ഈ തുടർച്ചയായുള്ള സംഘർഷം എല്ലാ തലങ്ങളിലുമുള്ള ഭരണത്തെ തളർത്തുകയും അലങ്കോലപ്പെടുത്തുകയും ചെയ്തു. നിയമവാഴ്ചയില്ലായ്മയും അക്രമവും എല്ലായിടത്തും വ്യാപിച്ചു. ജമീന്ദാർമാരും കലാപക്കാരും നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചതുകൊണ്ടും ഉദ്യോഗസ്ഥന്മാർ രാജ്യത്തിൻ്റെ വരുമാനം കൈക്കലാക്കിയതിനാലും നികുതി ലേലത്താൽ കേന്ദ്രത്തിനുള്ള വരുമാനം കുറഞ്ഞതുകൊണ്ടും രാജ്യത്തിൻ്റെ സാമ്പത്തിക നില കൂടുതൽ പരുങ്ങലിലായി.
അതിൻ്റെ ഫലമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെയും സൈനികരുടെയും വേതനങ്ങൾ ക്രമമായിട്ട് കൊടുത്തു തീർക്കാൻ കഴിയാതെയാവുകയും സൈനികർ അച്ചടക്കമില്ലാത്തവരായിട്ട് അവർ കലാപത്തിലേക്ക് എത്തുകയും ചെയ്തു. സയ്യിദ് സഹോദരന്മാർ എല്ലാ പ്രഭുക്കന്മാരെയും അനുനയിപ്പിക്കാനും സൗഹൃദത്തിലാക്കാനും ശ്രമിച്ചെങ്കിലും അവർക്കെതിരെ നിസാമുൽ മുൽക്കിൻ്റെയും ബന്ധുവായ മുഹമ്മദ് അമീൻ ഖാൻ്റെയും നേതൃത്വത്തിൽ ശക്തരായ പ്രഭുക്കന്മാരുടെ ഒരു സംഘം ഗൂഢാലോചന നടത്തി. രണ്ട് സഹോദരന്മാരുടെയും വർദ്ധിച്ചുകൊള്ളുന്ന അധികാരത്തിൽ അസ്വസ്ഥരായിരുന്നു ഈ ഒരു പ്രഭുക്കന്മാർ. അപ്പോൾ ഫാറൂഖ് സിയാറുടെ സ്ഥാനമാറ്റവും വധവും അവയിൽ പലരെയും ഭയപ്പെടുത്തി. ചക്രവർത്തിയെ കൊല്ലാനാകുമെങ്കിൽ വെറും പ്രഭുക്കന്മാർക്ക് എന്ത് സുരക്ഷയാണുള്ളത്? തന്നെയുമല്ല, ചക്രവർത്തിയെ വധിച്ച് ജനങ്ങൾക്കിടെ രണ്ട് സഹോദരന്മാർക്ക് നേരെയും അമർഷമുണ്ടാകാനും കാരണമായി. അവർ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെട്ടു. ഒപ്പിനോട് കൂറില്ലാത്തവർ. രജപുത്രരോടും മറാത്തരോടുമുള്ള സയ്യിദുമാരുടെ സഖ്യവും ഹൈന്ദവരുടെ നേരെ വിശാല മനസ്സോടുള്ള ഇടപെടലും ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് പല പ്രഭുക്കന്മാർക്കും ഇഷ്ടമില്ലായിരുന്നു. മുഗളന്മാർക്കും ഇസ്ലാമിനും എതിരായ നയങ്ങളാണ് സയ്യിദുമാർ പിന്തുടരുന്നതെന്ന് അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ മുസ്ലിം പ്രഭുക്കന്മാരിലെ തീവ്ര അഭിപ്രായക്കാരെ സയ്യിദ് സഹോദരന്മാർക്കെതിരെ ഉയർത്തിവിടാൻ അവർ ശ്രമിച്ചു. സയ്യിദ് വിരോധികളായ പ്രഭുക്കന്മാരെ മുഹമ്മദ് ഷാ പിന്തുണച്ചു. ഈ രണ്ട് സഹോദരന്മാരുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ അദ്ദേഹം ശ്രമിച്ചു. 1720 രണ്ട് സഹോദരന്മാരിൽ ഇളയവനായ ഹുസൈൻ അലി ഖാനെ ചതിയിലൂടെ വധിക്കുന്നതിൽ അവർ വിജയിച്ചു. അബ്ദുള്ള ഖാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആഗ്രയ്ക്കടുത്ത് വെച്ച് പരാജിതനായി. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സയ്യിദ് സഹോദരന്മാരുടെ ആധിപത്യം അങ്ങനെ അവസാനിച്ചു. 30 വർഷത്തോളം 1719 മുതൽ 48 വരെ നീണ്ടുനിന്ന മുഹമ്മദ് ഷായുടെ ഭരണകാലം സാമ്രാജ്യത്തെ രക്ഷിക്കാനുള്ള അവസാന അവസരമായിരുന്നു. 1707-20 കാലത്ത് നടന്നതുപോലെ കൂടെയുള്ള നേതൃത്വമാറ്റമുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഭരണം തുടങ്ങിയപ്പോൾ മുഗളരുടെ നില ജനസമൃദ്ധിയിലേക്ക് വന്നു. മുഗൾ സൈന്യം, പ്രത്യേകിച്ച് മുഗൾ പീരങ്കിപ്പട, അപ്പോഴും ഒരു നിർണായക ശക്തി തന്നെയായിരുന്നു. എന്നാൽ ഉത്തരേന്ത്യയിലെ ഭരണം വഷളായി. എന്നാൽ ഇത്രയധികം തകർന്നിരുന്നില്ല. മറാത്ത സർദാർമാർ അപ്പോഴും തെക്കുഭാഗത്ത് മാത്രമായിരുന്നു. രജപുത്ര രാജാക്കന്മാർ മുഗൾ വംശത്തോട് വിശ്വസ്തരായി തുടർന്നു. സ്വന്തം നിലനിൽപ്പിൻ്റെ അപകട വ്യവസ്ഥയെക്കുറിച്ച് തിരിച്ചറിഞ്ഞതോടെ ശക്തനും ദീർഘദർശിയുമായ ഒരു രാജാവിന് അവിടുത്തെ അവസ്ഥ ഭേദമാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ മുഹമ്മദ് ഷാ ആ സമയത്തിന് പറ്റിയ ആളായിരുന്നില്ല. അദ്ദേഹം ദുർബല മനസ്കനും കുട്ടിക്കളിക്കാരനുമായിരുന്നു. ആയാസരഹിതവും ആർഭാടപൂരിതവുമായിട്ടുള്ള ഒരു ജീവിതം ഏറെ താല്പര്യപ്പെട്ട അദ്ദേഹം രാജ്യകാര്യങ്ങൾ അവഗണിച്ചു. നിസാമുൽ മുൽക്കിനെ പോലുള്ള കഴിവുറ്റ വസീർമാർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതിന് പകരം അദ്ദേഹം അഴിമതിക്കാരും നിർഗുണരുമായ സ്തുതിപാഠകരുടെ ദൂഷിത വലയത്തിൽപ്പെടുകയും മന്ത്രിമാർക്കെതിരെ പോലും ഗൂഢാലോചനയിൽ ഏർപ്പെടുകയും ചെയ്തു. ഇഷ്ടക്കാരായ അനുചരന്മാരെ സ്വീകരിച്ച കൈക്കൂലിയുടെ പങ്കുപറ്റുക പോലും ചെയ്തു അദ്ദേഹം. ചക്രവർത്തിയുടെ ചഞ്ചല മനസ്കതയിലും സംശയ സ്വഭാവത്തിലും കൊട്ടാരത്തിലെ നിരന്തര കലഹങ്ങളിലും മടുപ്പ് തോന്നിയ അക്കാലത്ത് ഏറ്റവും ശക്തനായ പ്രഭു നിസാമുൽ മുൽക്ക് തൻ്റെ അധികാരമോഹം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. 1722 അദ്ദേഹം വസീറായിരുന്നു. ഭരണത്തെ നന്നാക്കാൻ ഊർജിതമായൊരു ശ്രമം നടത്തുകയും ചെയ്ത ചക്രവർത്തിയെയും രാജ്യത്തെയും അവരുടെ വഴിക്ക് വിടാനും തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിക്കുവാനുമായി സ്ഥാനം വിട്ടുകൊടുത്ത് ഡക്കാണിൽ നിന്ന് ഹൈദരാബാദ് രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി തെക്കോട്ടേക്ക് നീങ്ങി. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ സാമ്രാജ്യത്തിൻ്റെ വിശ്വസ്തതയുടെയും നന്മയുടെയും വിടവാങ്ങലിൻ്റെ ഒരു പ്രതീകമായിരുന്നു. അവിടെ നിന്ന് സാമ്രാജ്യത്തിൻ്റെ വിഘടനം തുടങ്ങിക്കഴിഞ്ഞു. അർദ്ധ സ്വതന്ത്ര രാജ്യങ്ങളിൽ വെട്ടിയെടുക്കുന്നതിന് തങ്ങളുടെ ഊർജം ചിലവഴിച്ചു തുടങ്ങി. ഡൽഹിയിലെ ചക്രവർത്തിയോട് നാമമാത്രമായ വിധേയത്വം പുലർത്തുന്ന അനേകം പാരമ്പര്യ നവാബുമാർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും ഉയർന്നു വന്നു. ബംഗാൾ, ഹൈദരാബാദ്, അവധ്, പഞ്ചാബ് എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ചെറുകിട സമീന്ദാർമാരും രാജാക്കന്മാരും നവാബുമാരും എല്ലായിടത്തും കലാപത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കൊടികളുയർത്തി. മറാത്ത സർദാർമാർ വടക്കോട്ടുള്ള പ്രയാണം വ്യാപിപ്പിച്ചുകൊണ്ട് മാൾവയും ഗുജറാത്തും ബുന്ദേൽഖണ്ഡും പിടിച്ചടക്കി. 1738-39 പേർഷ്യയിലെ അഥവാ ഇറാനിലെ ഭരണാധികാരിയായ നാദിർ ഷാ ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് കടന്നു. സാമ്രാജ്യം അദ്ദേഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണുകിടന്ന ഒരു സമയമായിരുന്നു അത്.
പേർഷ്യയെ സുനിശ്ചിതമായ ക്ഷയത്തിൽ നിന്നും അധപതനത്തിൽ നിന്നും കരകയറ്റിക്കൊണ്ട് ആട്ടിടയനിൽ നിന്നും ഷായിലേക്കിലെ രാജാവിലേക്ക് ഉയർന്നു വന്നവരാണ് നാദിർ ഷാ. 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന സഫാവി വംശത്തിൻ്റെ ദുർബലമായ ഭരണത്തിന് കീഴിലായിരുന്നു അതുവരെ സുശക്തവും വിപുലവുമായ പേർഷ്യൻ സാമ്രാജ്യം. അത് ആഭ്യന്തര കലാപത്തിൻ്റെയും വിദേശാക്രമണത്തിൻ്റെയും ഭീഷണിയിലുമായിരുന്നു. കിഴക്ക് അബ്ദാലി ഗോത്രക്കാർ പ്രക്ഷോഭമുണ്ടാക്കുകയും ഹെറാത്ത് കൈയടക്കുകയും ചെയ്തു. അതുപോലെ ഖൽസായി ഗോത്രക്കാർ ഖാണ്ഡഹാർ പ്രവിശ്യ ഏർപ്പെടുത്തി. വടക്കും പടിഞ്ഞാറും ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾ ഉടലെടുത്തിരുന്നു. ഷിർവാനിലെ മതാന്തരായ ഷിയാക്കൾ സുന്നികളെ പീഡിപ്പിച്ചത് കലാപത്തിന് വഴിതെളിച്ചു. ഇവിടെ സുന്നി മുല്ലമാരെ കൊല്ലുകയും മോസ്കുകൾ അശുദ്ധമാക്കി അപരാലയങ്ങളാക്കി മാറ്റുകയും മതപരമായ പഠനത്തെ നശിപ്പിക്കുകയും ചെയ്തു. 1721 ഖാണ്ഡഹാറിലെ ഖൽസായി നേതാവ് മഹമ്മൂദ് പേർഷ്യ ആക്രമിക്കുകയും തലസ്ഥാനമായ ഇസ്ഫഹാൻ കൈവശപ്പെടുത്തുകയും ചെയ്തു. മഹാനായ പീറ്ററിൻ്റെ കീഴിൽ റഷ്യ തെക്കോട്ടേക്ക് നീങ്ങാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. 1722 ജൂലൈയിൽ പീറ്റർ തൻ്റെ പേർഷ്യൻ ആക്രമണം തുടങ്ങുകയും താമസിയാതെ തന്നെ കാസ്പിയൻ കടലിലെ ബക്കു നഗരം ഉൾപ്പെടെയുള്ള പല പ്രവിശ്യകളും വിട്ടുകൊടുക്കാൻ പേർഷ്യ നിർബന്ധരാകുകയും ചെയ്തു. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളും കൈയടക്കി വെച്ചിരുന്ന തുർക്കി അവ വിട്ടുകൊടുത്തത് മൂലമുണ്ടായിട്ടുള്ള നഷ്ടം പേർഷ്യയിൽ നിന്ന് പരിഹരിക്കാമെന്ന് പ്രതീക്ഷിച്ചു. 1723 വസന്തകാലത്ത് തുർക്കി പേർഷ്യയുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും ജോർജിയയിൽ നിന്ന് തെക്കൻ പ്രദേശത്ത് പ്രവേശിക്കുകയും ചെയ്തു. 1724 ജൂണിൽ വടക്കൻ പേർഷ്യയുടെ മുഴുവൻ പ്രദേശങ്ങളും കിഴക്കൻ പേർഷ്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തങ്ങൾക്കിടയിൽ വീതിച്ചുകൊണ്ട് റഷ്യയും തുർക്കിയും കൂടി ഒരു ഉടമ്പടിയിൽ എത്തി. ഇക്കാലത്ത് 1726 താംസാപ്പിൻ്റെ ശക്തനായ അനുകൂലിയും ഊർജ്ജസ്വലന നായകനുമായ നാദിർ ഉയർന്നു വന്നു. 1729 അദ്ദേഹം അബ്ദാലിയെ പരാജയപ്പെടുത്തി ഹെറാത്ത് തിരിച്ചെടുക്കുകയും ഖൽസായിയെ ഇസ്ഫഹാനിൽ നിന്നും മധ്യ ദക്ഷിണ പേർഷ്യയിൽ നിന്നും തുരത്തുകയും ചെയ്തു. സുദീർഘവും കടുത്തവുമായ പോരാട്ടത്തിന് ശേഷം തങ്ങൾ കീഴടക്കിയ പ്രദേശങ്ങൾ മുഴുവൻ വിട്ടുകൊടുക്കാൻ നിർബന്ധമായി. 1735 റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് നാദിറുമായി ഉടമ്പടി ഒപ്പിട്ടു. തൊട്ടടുത്ത വർഷം സഫാവിദ് വംശത്തിലെ അവസാനത്തെ ആളെ പുറത്താക്കിയ ശേഷം അദ്ദേഹം സ്വയം ഷാ ആയി അവരോധിച്ചു. തുടർന്നുള്ള വർഷങ്ങൾ അദ്ദേഹം ഖാണ്ഡഹാർ പ്രവിശ്യയും കീഴടക്കി. ഇന്ത്യക്ക് പേര് നേടിയെടുത്ത അനിതസാധാരണമായ സമ്പത്താണ് നാദിർ ഷായെ ആകർഷിച്ചത്. തുടർച്ചയായ യുദ്ധങ്ങൾ പേർഷ്യയെ പപ്പരാക്കി. തൻ്റെ കൂലിപ്പട്ടാളത്തെ പോറ്റി പുലർത്താൻ അടിയന്തരമായ പണം ആവശ്യമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് യുദ്ധക്കൊള്ള മുതൽ ഇതിനൊരു പരിഹാരമായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ദൗർബല്യം അത്തരത്തിലുള്ള കൊള്ള സാധ്യമാക്കി. 1738 അവസാനത്തോടുകൂടി നാദിർ ഷാ ഇന്ത്യയിൽ എതിർപ്പ് കൂടാതെ പ്രവേശിച്ചു. വർഷങ്ങളായ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ പ്രതിരോധം അവഗണിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. ശത്രു ലാഹോർ കൈയടക്കുന്നതുവരെ അപകടം തീർത്തും മനസ്സിലായില്ല. അതിനുശേഷം ദ്രുതഗതിയിൽ ഡൽഹിയുടെ സുരക്ഷയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. എന്നാൽ വിഘടിച്ചു നിന്ന പ്രഭുക്കന്മാർ ശത്രുവിനെ അവർ മനസ്സിലാക്കിയിട്ട് പോലും ഒന്നും ചെയ്തില്ല. അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. പ്രതിരോധത്തിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ചോ പ്രതിരോധ സേനയെക്കുറിച്ചോ അവർ ആലോചിക്കുക പോലും ചെയ്തില്ല. അനൈക്യവും മോശപ്പെട്ട നേതൃത്വവും പരസ്പരമുള്ള അസൂയവും അവിശ്വാസവും പരാജയത്തിലേക്ക് മാത്രമേ എത്തിക്കുമായിരുന്നുള്ളൂ. 1725 ഫെബ്രുവരി 13 കർണാലിൽ വെച്ച് രണ്ട് സൈന്യങ്ങളും ഏറ്റുമുട്ടി. മുഗൾ സൈന്യത്തിന് ആക്രമണകാരി കനത്ത പരാജയമേൽപ്പിച്ചു. മുഹമ്മദ് ഷാ ചക്രവർത്തിയെ തടവുകാരനാക്കുകയും നാദിർ ഷാ ഡൽഹിയിലേക്ക് മുന്നേറുകയും ചെയ്തു. തൻ്റെ സൈനികരിൽ ചിലരെ കൊന്നതിന് പകരമായി തലസ്ഥാനത്ത് ജനങ്ങളെ ഭീതിതമായി കൊല ചെയ്യാൻ നാദിർ ഷാ ഉത്തരവ് നൽകി. അത്യാഗ്രഹിയായ ആക്രമണകാരി രാജാവിൻ്റെ ഭണ്ഡാരനിധിയും മറ്റു രാജകീയ സ്വത്തുക്കളും കൈക്കലാക്കുകയും പ്രമുഖരായ പ്രഭുക്കന്മാരിൽ നിന്ന് കപ്പം വാങ്ങുകയും സമൃദ്ധമായ ഡൽഹിയെ കൊള്ളയടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മൊത്തം 75 കോടി രൂപയുടെ കൊള്ളമുതൽ ലഭിച്ചുവെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് 3 വർഷത്തേക്ക് നികുതി വിമുക്തമാക്കാൻ ഈ ഒരു പണം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു. സിന്ധു നദിക്ക് പടിഞ്ഞാറുള്ള എല്ലാ പ്രവിശ്യകളും വിട്ടുകൊടുക്കാൻ അദ്ദേഹം മുഹമ്മദ് ഷായെ നിർബന്ധിച്ചു. നാദിർ ഷായുടെ ആക്രമണം മുഗൾ സാമ്രാജ്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചു. അത് സാമ്രാജ്യത്തിൻ്റെ യശസ്സിന് അപരിഹാര്യമായിട്ടുള്ള കോട്ടം വരുത്തുകയും മറാത്ത സർദാർമാർക്കും വിദേശ കച്ചവട കമ്പനികൾക്കും സാമ്രാജ്യത്തിൻ്റെ ദൗർബല്യങ്ങൾ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. കേന്ദ്രഭരണം തീർത്തും സ്തംഭിച്ചു. ആക്രമണം സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക നില മോശമാക്കുകയും
രാജ്യത്തിൻ്റെ സദ്ഘടനയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. സമ്പത്ത് നഷ്ടപ്പെട്ട പ്രഭുക്കന്മാർ നഷ്ടം നികത്തുന്നതിനായി കൂടുതൽ പാട്ടം പിരിക്കാനും കൃഷിക്കാരെ കഷ്ടപ്പെടുത്താനും തുടങ്ങി. ധനികമായ ജാഗിറുകൾക്കും ഉയർന്ന സ്ഥാനങ്ങൾക്കും വേണ്ടി അവർ തമ്മിൽ മുമ്പത്തേക്കാളും മത്സരിച്ചു. കാബൂളിൻ്റെയും സിന്ധുവിന് പടിഞ്ഞാറുള്ള പ്രദേശങ്ങളുടെയും നഷ്ടം സാമ്രാജ്യത്തെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണത്തിന് വിധേയമാക്കി. അങ്ങനെ ഒരു പ്രധാന പ്രതിരോധ നിര അപ്രത്യക്ഷമായി. നാദിർഷാ സ്ഥലം വിട്ടതിനു ശേഷം സാമ്രാജ്യം ശക്തി കുറച്ച് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നത് അതിശയകരമാണ്. എന്നാൽ ഈ വീണ്ടെടുക്കൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമേ മാത്രമുള്ളതുമായിരുന്നു. 1748 മുഹമ്മദ് ഷായുടെ മരണശേഷം കയ്പ് നിറഞ്ഞ പോരാട്ടങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും ഉത്തരവാദിത്തമില്ലായ്മയും അധികാരമോഹികളായ പ്രഭുക്കന്മാരുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ടു. മാത്രമല്ല, വടക്കു പടിഞ്ഞാറൻ പ്രതിരോധം ദുർബലമായി. അഹമ്മദ് ഷാ അബ്ദാലിയുടെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ കൊണ്ട് സാമ്രാജ്യം തീർത്തും തകർക്കപ്പെട്ടു. നാദിർ ഷായുടെ കഴിവുറ്റ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്നു അഹമ്മദ് ഷാ അബ്ദാലി. യജമാനൻ്റെ മരണശേഷം അഫ്ഗാനിസ്ഥാനിലെ തൻ്റെ അധികാരമുറപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 1748 67 ഇടയ്ക്ക് ഡൽഹിയും മധുരയും വരെ ഉത്തരേന്ത്യയിൽ ആവർത്തിച്ച് ആക്രമണം നടത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തു. 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ അദ്ദേഹം മറാത്തരെ തോൽപ്പിക്കുകയും മുഗൾ ചക്രവർത്തിയെ നിയന്ത്രിക്കുകയും അതിലൂടെ രാജ്യത്തെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഒരു പുതിയ അഫ്ഗാൻ സാമ്രാജ്യം അദ്ദേഹം സ്ഥാപിച്ചില്ല. അദ്ദേഹത്തിന് പിൻഗാമികൾക്കും പഞ്ചാബ് നിലനിർത്താനും കഴിഞ്ഞില്ല. പഞ്ചാബ് നഷ്ടപ്പെട്ട് സിഖ് മുഖ്യന്മാർക്ക് സ്വന്തമായി. നാദിർ ഷായുടെയും അബ്ദാലിയുടെയും ആക്രമണങ്ങളുടെയും മുഗൾ പ്രഭുക്കന്മാരുടെ ആഭ്യന്തര കലഹത്തിൻ്റെയും ഫലമായി 1761 ആയപ്പോഴേക്കും പ്രായോഗികമായി ഇന്ത്യ ആകമാനമുള്ള സാമ്രാജ്യമെന്ന നിലയ്ക്ക് മുഗൾ സാമ്രാജ്യത്തിന് നഷ്ടമായി. അധികാരത്തിന് വേണ്ടി പോരാടുന്ന വിവിധ ശക്തികൾ അവരുടെ പേരിൻ്റെ പിന്നിലൊളിക്കുന്നത് രാഷ്ട്രീയമായി പ്രയോജന കഥകൾ മാത്രമാണെന്ന് കണ്ടെത്തി. ഡൽഹിയിലെ നാമമാത്ര സിംഹാസനം മുഗൾ വംശത്തിന് ദീർഘകാലം അനുഭവിക്കാൻ ഇതുകൊണ്ട് സാധിച്ചു. 1759 സിംഹാസനസ്ഥായ ഷാ ആലം രണ്ടാമൻ ചക്രവർത്തി എന്ന നിലയിൽ ആദ്യകാലം ചെലവഴിച്ചത് വസീർ അപായപ്പെടുത്തുമെന്ന ഭീതിയാൽ സംസ്ഥാനത്ത് നിന്ന് അകന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അലഞ്ഞു തിരിഞ്ഞുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് കഴിവും മതിയായ ധൈര്യവും ഉണ്ടായിരുന്നു. എന്നാൽ രക്ഷിച്ചെടുക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരവസ്ഥയിലായിരുന്നു സാമ്രാജ്യം. 1764 അദ്ദേഹം ബംഗാളിലെ മിർ കാസിമും അവധിലെ ഷുജാഉദ്ദൗളയും ഒത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധം ചെയ്തു. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ട അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പെൻഷനിൽ അനേക വർഷം അലഹബാദിൽ കഴിഞ്ഞു. 1772 ബ്രിട്ടീഷ് അഭയകേന്ദ്രത്തിൽ നിന്ന് സ്ഥലം മാറ്റി അദ്ദേഹം മറാത്തരുടെ സംരക്ഷണത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങി. 1803 ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തി. അന്ന് മുഗൾ വംശം അണയ്ക്കപ്പെട്ട 1757 മുഗൾ ചക്രവർത്തിയുമായി ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ വർത്തിച്ചു. വാസ്തവത്തിൽ സൈന്യാധികാരം നഷ്ടപ്പെട്ട 1759 ശേഷം മുഗൾ രാജാധികാരം തുടർന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഐക്യത്തിൻ്റെ പ്രതീകമായി ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ശക്തമായുള്ള സ്ഥാനം കൊണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് എങ്ങനെയാണ് മുഗൾ സാമ്രാജ്യം അധപതിച്ചത് എന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.